ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും ഇന്ന് നരസിംഹ ജയന്തി ദിവസമായ ഇന്നേക്ക് ഭഗവാന്റെ നരസിംഹമൂർത്തിയുടെ ലക്ഷ്മി നരസിംഹമൂർത്തിയായ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ നരസിംഹ ജയന്തി ദിവസമായ ഇന്ന് നമ്മൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഒരു നരസിംഹസ്തുതിയാണ് പാരായണം ചെയ്ത് സമർപ്പിക്കാമെന്ന് കരുതുന്നത്. ഭഗവാനെ എല്ലാ തരത്തിലും ഭഗവാൻ മാത്രമാണ് ആശ്രയമെന്ന് കരുതി ജീവിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും അവർക്ക് തുണയേകേണ്ടുന്ന സമയമാകുമ്പോൾ ഭഗവാൻ ഏതു രൂപത്തിലും ഏതു ഭാവത്തിലും എവിടെ നിന്നും എത്തുമെന്ന് കാണിച്ചു തരികയാണ് ആ ഭക്ത പ്രഹ്ലാദൻ്റെ കഥയിലൂടെ, ശ്രീ നരസിംഹമൂർത്തിയായി അവതരിക്കുന്നതിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവാന്റെ ഭക്തനൊരു സങ്കടമുണ്ടാകുന്നത് ഭഗവാന് സഹിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് ഭഗവാൻ തന്നെ വേദനിപ്പിക്കുന്നതായി കണക്കിലാക്കിക്കൊണ്ട് തൻ്റെ വേദനയായി ഏറ്റെടുത്തുകൊണ്ട് ഭഗവാൻ ആ ഭക്തനെ രക്ഷിക്കുന്നതിനായിട്ട് പുറപ്പെടുന്നത്. ഇവിടെയും ആ ഭക്തപ്രഹ്ലാദനെ സ്വന്തം പിതാവായിരുന്നു ഹിരണ്യകശിപു. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആര് വേദനിപ്പിക്കുന്നു എന്നത് വിഷയമല്ല. ആര് വേദനിപ്പിച്ചാലും ഭഗവാന് സഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ അവിടെ നിന്നും സ്വധാമത്തിൽ നിന്നും പുറപ്പെടുകയായി. തൻ്റെ ഭക്തനായിട്ടുള്ള ആ ബ്രഹ്മാവിൻ്റെ വാക്കും പാലിക്കണം. മനുഷ്യനും മൃഗവും ഒന്നും ആകരുത് ആ ഹിരണ്യകശിപുവിനെ വധിക്കുന്നത്. എല്ലാം ഒത്തുചേർന്ന ഒരു സമയം, രാവും പകലുമല്ലാത്ത സമയം, ത്രിസന്ധ്യ സമയം. ആ നേരത്ത് ഭഗവാൻ നരസിംഹമൂർത്തിയായി വന്ന് തൻ്റെ ഭക്തനെ രണ്ട് കൈകളാലും വാരിയെടുത്ത് അനുഗ്രഹിക്കുന്ന അസുലഭ നിമിഷത്തിൻ്റെ ജന്മസായുജ്യത്തിൻ്റെ കഥയാണ് ഹിരണ്യകശിപുവിൻ്റെ വധത്തിലൂടെയും ഭക്തപ്രഹ്ലാദനെ മുൻപും പിൻപുമുള്ള 21 തലമുറകൾക്ക് പോലും ഭഗവാൻ ആ ഒരു അനുഗ്രഹത്തെ നൽകിക്കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. സദാ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക. സദാ ഭഗവത് വിചാരത്തിൽ നമുക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ എന്തുമായിക്കോട്ടെ, എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാന്റെ വിചാരമുണ്ടാകട്ടെ. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കഴിയുമെങ്കിൽ അപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രാരബ്ധങ്ങൾ നമ്മളെക്കൊണ്ട് എന്ത് കർമ്മം ചെയ്യിക്കുമെന്ന് പറയുക വയ്യ. അതുകൊണ്ട് തന്നെ എന്ത് കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും ഭഗവാനെ അവിടുന്ന് മാത്രമാണ് ആശ്രയം, അവിടുന്ന് ഇത് ഭംഗിയായി നടത്തിത്തരയണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ചെയ്താൽ ഉറപ്പായും ഭഗവാൻ അത് ഏറ്റെടുക്കുകയായി. ആ കർമ്മവും ഒപ്പം സദാ തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ഭക്തനെയും നമുക്ക് ആ നരസിംഹമൂർത്തിയുടെ സ്തുതി പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഭക്തപ്രഹ്ലാദൻ്റെ പാദസേവ ചെയ്യാനെങ്കിലും ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരയണമേ എന്ന പ്രാർത്ഥനയോടുകൂടി. കാരണം ഗജേന്ദ്രമോക്ഷത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു, ഭക്തൻ്റെ പാദങ്ങളെ ആശ്രയിച്ചാൽ പോലും ഭഗവാൻ ഭക്തനേക്കാൾ മുമ്പേ ഭക്തൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവർക്കാണ് ഭഗവാൻ മോക്ഷം കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഭഗവാന്റെ ആ കടാക്ഷം നമ്മളിലുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ നരസിംഹമൂർത്തി സ്തോത്രം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പാരായണം ചെയ്ത് സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. സ്തംഭം പിളർക്കുന്ന അഹങ്കാര ശബ്ദം, ദിഗന്തം നടുങ്ങുന്ന ദുന്ദുഭിനാദം, ശതകോടി സൂര്യന്മാരെരിയും ത്രിനേത്രം, ചുടുനിണം തേടുന്ന ചുരിക പോൽ നാവ്,
മരണം വിളങ്ങുന്ന അതിക്രൂരദംഷ്ട്രം പ്രളയാഗ്നി ചുഴി തീർത്ത ജഡസടാകേസരം പ്രഹരണം പേറുന്നൊരഷ്ടഭുജങ്ങൾ ആകാശസീമയ്ക്കനന്തമാം ദേഹം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം നരനല്ല മൃഗമല്ല നരസിംഹരൂപം രാവല്ല പകലല്ല നിറസന്ധ്യ നേരം അകമല്ല പുറമല്ല ഉമ്മറപ്പടിയിൽ വിണ്ണല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ ദൈത്യന്റെ പ്രാണനില്ല സന്ധ്യ നേരം കുടൽമാല രുധിരവും അണിയുന്ന രൂപം ബ്രഹ്മാണ്ട സത്യങ്ങൾ കാക്കുന്ന ദേവൻ ഭക്തന്റെ രക്ഷയ്ക്ക് നിമിഷാർത്ഥ നേരം ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം കലിയിൽ കാലമാം വേതാളപുറമേറി മനമാകെ മരുവുന്ന നേരം നാമജപങ്ങളും നാമമന്ത്രങ്ങളും നന്മയും നാട്ടിൽ വിളങ്ങുന്ന കാലം നാമജപങ്ങളും നാമമന്ത്രങ്ങളും നന്മയും നാട്ടിൽ വിളങ്ങുന്ന കാലം ഓം നരസിംഹരൂപായ നമോ നമഃ ഓം ഉഗ്രസിംഹരൂപായ നമോ നമഃ ഓം രണസിംഹരൂപായ നമോ നമഃ ഓം രൗദ്രസിംഹരൂപായ നമോ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ ഭഗവാന് തൻ്റെ ഭക്തൻ്റെ രക്ഷയ്ക്ക് ഈ സ്തുതിയിൽ പറയും പോലെ തന്നെ നിമിഷാർത്ഥ നേരമേ വേണ്ടൂ, ഒരു നിമിഷം പോലും വേണ്ട, അതിൻ്റെയും പകുതി സമയമേ വേണ്ടൂ ഭഗവാന് തൻ്റെ ഭക്തൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് നാമജപങ്ങളും നാമമന്ത്രങ്ങളും സ്തുതിഗീതങ്ങളും കൊണ്ട് സദാ സജ്ജനങ്ങളുടെ മനസ്സിൽ ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ആ സജ്ജനങ്ങൾക്ക് എപ്പോൾ എവിടെ വെച്ചൊരു സങ്കടം നേരിട്ടാലും ഭഗവാൻ ഓടിയെത്തുകയായി ക്ഷണാർത്ഥം കൊണ്ട് തന്നെ ആ ഭക്തൻ്റെ രക്ഷയ്ക്കായി, ഭക്തൻ്റെ സാന്ത്വനത്തിനായി, ഭക്തന് സംരക്ഷണമേകാനായിട്ട്, പരീക്ഷത്തിന് സംരക്ഷണമേകിയ, ഭക്തപ്രഹ്ലാദന് സംരക്ഷണമേകിയ, കുചേലനെ മാറോടണച്ച ആ ഭഗവാന് നമ്മളെയും ഓരോരുത്തരെയും ഭഗവാന്റെ മാറോടണച്ച് ഭഗവാന്റെ ആ സംരക്ഷണ വലയത്തിനുള്ളിൽ ഭക്തപ്രഹ്ലാദനെ നിർത്തിയതുപോലെ തൻ്റെ മടിത്തട്ടിലെടുത്തു വെച്ച്
ആ ഉണ്ണിയെ തലോടി അനുഗ്രഹിച്ചതുപോലെ നമുക്കും ആ പാതാരവിന്ദങ്ങളിൽ ഭക്തപ്രഹ്ലാദനെ പോലെ തന്നെ വീണ് നമസ്കരിക്കാം. നമ്മളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ പാരായണം ചെയ്യിച്ച ഇതിലെ ഓരോ വാക്കും ഭഗവാനെ ആ നരസിംഹമൂർത്തി അവതാര സമയത്ത് ദേവന്മാരങ്ങയിൽ വർഷിച്ച പുഷ്പവർഷം പോലെ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ പുഷ്പവർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.